This news is brought to you by Lakshmi Home Appliances, Village Office in the സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തിരുവനന്തപുരത്തെത്തി വിവിധ വകുപ്പ് മന്ത്രിമാരെ നേരിൽ കണ്ട് ചർച്ച നടത്തുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ സാന്നിധ്യത്തിലും പിന്തുണയോടെയുമായിരുന്നു സന്ദർശനം. പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന പ്രൊജക്ടുകളാണ് മന്ത്രിമാർക്ക് മുൻപിൽ സമർപ്പിച്ചത്. ചെറുപുഴയുടെ സമഗ്ര പുരോഗതിക്ക് ഏറെ നിർണായകമായ ഒന്നായിരുന്നു ഈ തിരുവനന്തപുരം സന്ദർശനമെന്നും വരും നാളുകളിൽ ഇതിൻ്റെ ഗുണങ്ങൾ ദൃശ്യമാകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ KD, ലളിത ബാബു, ലീന വില്യം, പഞ്ചായത്ത് അംഗം TP ചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് വടക്കേൽ, കോൺഗ്രസ് നേതാക്കന്മാരായ മഹേഷ് കുന്നുമ്മൽ, KK സുരേഷ് കുമാർ, ആലയിൽ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ ചെറുപുഴയിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണസമിതി ബഹുമാനപ്പെട്ട MLA വി കുഞ്ഞികൃഷ്ണനുമായി സംസാരിക്കുകയും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഥമ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി ഭരണസമിതി വിവിധ പ്രോജക്റ്റുകൾ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കി MLAക്ക് നൽകുകയും നൽകിയ പ്രൊജക്റ്റിൽ ചെറുപുഴയുടെ മുഖച്ഛായ മാറ്റത്തക്ക രീതിയിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട 2 പ്രോജക്റ്റുകളും ആദ്യ കന്നി ബജറ്റിൽ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ 17-ാം തീയതി ഭരണസമിതിയും നേതാക്കളുടെയും കൂടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതെല്ലാം തന്നെ എല്ലാ വകുപ്പ് മന്ത്രിമാരുമായി കണ്ട നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിനെല്ലാം ഉടൻ തന്നെ ഒരു മറുപടി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സമീപനവുമായാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. 5 മന്ത്രിമാരെ കണ്ട് പഞ്ചായത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് നിവേദനങ്ങൾ നൽകിയതോടൊപ്പം ചെറുപുഴ വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മന്ത്രിമാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. പഞ്ചായത്തിന് സ്വപ്ന പദ്ധതിയായ ടൂറിസം പദ്ധതിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി വിഷ്ണുനാഥുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ 33ഓളം ഉന്നതികളെ കേന്ദ്രീകരിച്ച് ഒരു ട്രൈബൽ സ്കൂൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി KA തുളസി ടീച്ചർക്ക് നിവേദനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം ചെറുപുഴ പഞ്ചായത്തിനകത്ത് ഈ 33 ട്രൈബൽ യൂണിറ്റുകളിലെയും ഉന്നതികൾ സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട K മുരളീധരനെ കണ്ട് പുളിങ്ങോം FHCയിൽ സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നിവേദനം നൽകുകയും ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു തീരുമാനം മന്ത്രി എടുക്കുകയുണ്ടായി. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ച് ഡോക്ടർ സുനിലിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ അടിയന്തരമായി നൽകി. കൂടാതെ തട്ടുമ്മൽ കേന്ദ്രീകരിച്ച് ഒരു സബ് സെൻറ്റർ അനുവദിക്കുന്നതിനും രാജഗിരിയിൽ ഒരു ഹോമിയോ ഡിസ്പെൻസറിയുടെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിനെല്ലാം നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയത്. വനം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഷിബി ബേബി ജോണിനെ കാണുകയും മലയോരത്തെ വന്യമൃഗ ശല്യങ്ങളെക്കുറിച്ചും ഫെൻസിങ്ങിൻ്റെ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും പുളിങ്ങോം കേന്ദ്രമായി ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസ് വേണമെന്നുള്ള ഒരു നിർദ്ദേശവും ഞങ്ങൾ വെക്കുകയുണ്ടായി. അതിനും നല്ല രീതിയിലുള്ള അനുകൂലമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. കൃഷി മന്ത്രി ബഹുമാനപ്പെട്ട T സിദ്ദീഖിന് മുൻപിൽ കർഷകരുടെ നിരവധിയായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കടക്കണി മൂലം ജീവൻ നഷ്ടപ്പെട്ട അമ്പാട്ട ഏരിയ സിയാട്ടിൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത എഴുതി തള്ളുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുള്ള ആവശ്യവും ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതും ഉൾക്കൊള്ളിച്ചു കൊള്ളാമെന്ന് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിൻ്റെ കാണുകയും വിവിധ റോഡുകളുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. രാജഗിരി ജോസുഗിരി റോഡ്, അതുപോലെ തട്ടുമ്മൽ ചെറുപാറ റോഡിന് ബന്ധപ്പെട്ടവർ നിവേദനം നൽകിയതനുസരിച്ച് അതും ഈ ആദ്യ ബജറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചെറുപുഴയിൽ ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുമായി ചർച്ച ചെയ്തു. അദ്ദേഹം അത് റവന്യൂ വകുപ്പുമായി കൈകാര്യം ചെയ്യാമെന്നും എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുറമ്പോക്ക് ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കണ്ണൂർ കളക്ടറുടെ അടുത്ത് എത്തിക്കുവാനും റവന്യൂ വകുപ്പ് അതിന് അനുമതി നൽകാമെന്നും
റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രീമതി രാജശ്രീ IAS അവരുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് വൈദ്യുതി മന്ത്രിയുമായി സംസാരിക്കുകയും 400 kV ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഭൂമികളുടെ ഉടമസ്ഥർക്ക് ആനുപാതികമായൊരു റേറ്റ് ഇതിനു മുൻപ് നൽകിയിരുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം അദ്ദേഹം അപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ച് നാളെ അടിയന്തരമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടിയന്തരമായി ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. അതിനുള്ള ലെറ്റർ ഞങ്ങൾ പഞ്ചായത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നാളെ 23-ാം തീയതി 3 മണിക്ക് അസംബ്ലി ഹാളിൽ വെച്ച് തന്നെ ഇതിനൊരു തുടർ നടപടികൾ കർഷകർക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടാമെന്ന് അദ്ദേഹം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ TP ചന്ദ്രേട്ടൻ പോകുന്നുണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദിവസങ്ങളിലായി പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും സംയുക്തമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായ റെസ്പോൺസുമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായി UDF സഹായിച്ച UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു MLA പയ്യന്നൂർ വരികയും പഞ്ചായത്ത് ഭരണം UDFിൻ്റെ കയ്യിലെത്തുകയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലായി നിന്നുപോയ ചെറുപുഴയുടെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ വീണ്ടും വെക്കുകയും അത് കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യാത്ര നമ്മൾ ആലോചിക്കുകയും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ കുറേ നാളുകൾക്ക് മുന്നേ തന്നെ നടത്തുകയും എല്ലാറ്റിനെയും കൃത്യമായ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ റഫ് എസ്റ്റേറ്റുകളൊക്കെ എടുത്ത് MLA ഒക്കെ കൂടി സംസാരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സ്വപ്ന പദ്ധതിയായ നമ്മുടെ ടൂറിസം പ്രൊജക്റ്റ്, ചെറുപുഴ ടൂറിസം പ്രൊജക്റ്റ്, അത് സംബന്ധിച്ച് ഒരുപക്ഷെ MLAക്ക് ഒരു റിവൈസ് ബഡ്ജറ്റിന് മുന്നേ MLAക്ക് കൊടുക്കാനുള്ള പ്രപ്പോസൽ കുഞ്ഞുവിഷാണ്ടി നൽകുന്നതിന് മുന്നേ തന്നെ ഇവിടെ പാർട്ടിയും അതുപോലെ തന്നെ ഭരണസമിതിയുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേരുകയും അടിയന്തരമായി ആ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ മുഴുവൻ വിദഗ്ധരുമായി സംസാരിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു നല്ല പ്രൊജക്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെ ആ മേഖലയിലുള്ള പുഴ സംരക്ഷിക്കുന്നതിന് ഒരു ബണ്ട് കെട്ടിക്കൊണ്ടുള്ള ഇറിഗേഷൻ പ്രൊജക്റ്റ് കൂടി അതിന് കൂടെ വേണം എന്നതുകൊണ്ട് അനുബന്ധമായി അതും നൽകുകയും ചെയ്തു. ഈ 2 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളും ഈ പറയുന്ന പുതിയ കന്നി ബഡ്ജറ്റിൽ തന്നെ ഒരു മാസം പൂർത്തിയാവുന്ന സമയത്ത് VD സതീശൻ നൽകിയ കന്നി ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി അനുവദിക്കുകയുണ്ടായി. അത് വലിയ ആത്മവിശ്വാസം ഭരണസമിതിക്കും അതുപോലെ തന്നെ പാർട്ടിക്കും നൽകിയാണ്. ഇതിൻ്റെ കൂടി ഭാഗമായാണ് നമ്മൾ ഇത്തവണ ഈ തിരുവനന്തപുരം പോയി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട അത് ആവർത്തിക്കുന്നില്ല. പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊക്കെ ഒരുപക്ഷെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ധാരാളം പലതവണകളായി എഴുതിയ അവരുടെ എല്ലാവരെയും മനസ്സിലുള്ള ഒരുപക്ഷെ മലയോര ജനതയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു സ്വപ്നമായി അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമുക്ക് ഈ അന്തർസംസ്ഥാന പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുവാനായി വിവിധങ്ങളായ ശ്രമങ്ങൾ ഇതിനു മുമ്പേ ധാരാളമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഈ യാത്രക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട PW മിനിസ്റ്ററുമായി ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുളിങ്ങവും പെരിങ്ങവും ഒക്കെ വളരെ പരിചിതമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും ഇത് സംബന്ധിച്ച് മുന്നോട്ട് വഴിയുള്ള ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അദ്ദേഹം ഒരുപാട് തവണ ഈ വഴിക്കൊക്കെ വന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് അന്തർസംസ്ഥാന പാത ഒന്ന് ഉണ്ടാക്കുവാനായി, അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ആഗ്രഹം വാഗമണ്ഡലം റോഡ് എന്ന മലയോര ജനതയുടെ വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാനായ നിവേദനം നമ്മൾ അദ്ദേഹത്തിന് നൽകിയപ്പോൾ അദ്ദേഹം നമ്മളോട് അത് സംബന്ധിച്ച് ചില 1-2 ആശങ്കകളൊക്കെ അറിയിച്ചു. ഒന്നാമത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി, അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ വനം വകുപ്പ് അനുമതി തുടങ്ങിയ വലിയ പ്രയാസമേറിയ കാര്യങ്ങളാണ് ഇതിന് വിഘാതമായുള്ളതെന്ന് അറിയിച്ചു. അതുകൂടാതെ അദ്ദേഹം ജനപ്രതിനിധികളുടെ മീറ്റിംഗ് അടിയന്തരമായി ഇവിടെ വിളിച്ചു ചേർക്കാം. കണ്ണൂർ വരുന്ന സമയത്ത് അടിയന്തരമായി ജനപ്രതിനിധികളുടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കും. MP, MLA, പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെയൊക്കെ മീറ്റിംഗ് അടിയന്തരമായി ഈ വിഷയം സംബന്ധിച്ച് വിളിച്ചു ചേർത്ത്
അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാമെന്നുള്ള ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതിയ മന്ത്രിസഭയുടെ വി സതീശൻ സർക്കാർ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ കന്നി ബജറ്റാണ് കഴിഞ്ഞത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് ആകെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു ബജറ്റിനെയാണ് പൊതുവായിട്ട് വിശേഷിക്കപ്പെടുന്നത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ, കൃത്യമായ ദിശാബോധം എന്നിവയിലൂന്നി ജനങ്ങളെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടിരുന്ന ബജറ്റിനെ പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയിലെയും ഈ നേതാക്കളെയൊക്കെ സംബന്ധിച്ച് അസുലഭമായ ഒരു അനുഭവം ലഭിച്ചത് ഈ നിയമസഭയുടെ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കന്നി ബജറ്റ് കാണാനുള്ള ഒരു അവസരം, അതിനെപ്പറ്റി പഠിക്കാനുള്ള അവസരം ലഭിച്ചുവെന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ കാര്യമാണ്. ചെറുപുഴ പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട വി കുഞ്ഞികൃഷ്ണേട്ടൻ മുഖാന്തരം കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി പ്രഥമ യോഗത്തിൽ തന്നെ എടുത്ത ഭരണസമിതി യോഗത്തിൻ്റെ തീരുമാനം നമുക്കെല്ലാം വളരെ, ചെറുപുഴ പഞ്ചായത്തിലെ നിവാസികൾക്ക് പ്രത്യേകിച്ച് വളരെ സന്തോഷകരമായ കാര്യം ചെറുപുഴ പഞ്ചായത്തിൻ്റെ ടൂറിസം പദ്ധതിക്ക് 5 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, അതിന് മുമ്പിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കൂട്ടായിട്ട് ചേർന്ന് നടപ്പിലാക്കിയതാണ്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട AXയും Aയും ഉൾപ്പെടെയുള്ള സംഘം ചെറുപുഴ പഞ്ചായത്ത് സന്ദർശിക്കുകയും അതിൻ്റെ വിവിധങ്ങളായ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ 1-ാം വാർഡിൻ്റെ മെമ്പർ ശ്രീ മാനൂർ മാപ്പിളപ്പറമ്പിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ സംഘം എടുക്കുകയും വിശദമായൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ആ എസ്റ്റിമേറ്റ് നമ്മൾ നേരത്തെ തന്നെ വകുപ്പ് മന്ത്രിക്കെല്ലാം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ MLA അടക്കം അതിൻ്റെ തുടർപ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കന്നി ബജറ്റിൽ ഈ 5 കോടി രൂപ ചെറുപുഴ പഞ്ചായത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിനേക്കാൾ ഉപരി മറ്റൊരു സന്തോഷം, ടൂറിസം വകുപ്പിന് വ്യവസായ പദവിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ സ്വകാര്യ മേഖല പങ്കാളിത്തം കൂടി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ മേഖലയിൽ റിസോർട്ടിനും മറ്റ് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് തൊഴിൽ സാധ്യതകൾ കടന്നു വരാൻ പോവുകയാണ്. വ്യവസായ പദവി അടക്കം ടൂറിസം കൊടുത്ത് നമ്മുടെ മലയോര മേഖലയ്ക്ക് വലിയൊരു പുത്തൻ ഉണർവ് നൽകും. സ്വകാര്യ മേഖല ധാരാളം കടന്നു വരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, തേജസ്വിനി പുഴയുടെ മനോഹരമായ തീരം കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി മേജർ ഇറിഗേഷൻ വകുപ്പിൻ്റെ 3 കോടി രൂപയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനൊക്കെ മാസങ്ങളോളം നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മുടെ പഞ്ചായത്ത് വികസന സമിതിയാണെങ്കിലും ആസൂത്രണ സമിതിയാണെങ്കിലും വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ വിദഗ്ധർ വിശദമായ നിർദ്ദേശങ്ങളും അവരുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ AX ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി വകുപ്പ് മന്ത്രിക്കെല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ബജറ്റിൽ മേജർ ഇറിഗേഷൻ വകുപ്പിൻ്റെ 3 കോടി രൂപ അനുവദിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അതും ഒരു ടൂറിസം ഒക്കെ ആയിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും 8 കോടി രൂപയാണ് ടൂറിസത്തിൻ്റെ മാത്രം ലഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ, ഇപ്പോൾ കൊട്ടത്തലച്ചിയാണെങ്കിലും അതുപോലെ ദേവറൂന്നാണെങ്കിലും ടൂറിസം പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ വിശദമായ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്, നമ്മുടെ പൊതുജനങ്ങളെയൊക്കെ ഈ മേഖലയിൽ ഏറ്റവും വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു സെമിനാറുകൾ ഈ വരും മാസങ്ങളിൽ തന്നെ നമ്മൾ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഏറ്റവും മനോഹരമായ പദ്ധതികൾ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ വന്ന് ടൂറിസം മേഖലയിലും അതുവഴി തൊഴിൽ മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലൊക്കെ വലിയ അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വിഷയം ഇവിടെ സൂചിപ്പിച്ച പോലെ ചെറുപുഴയിൽ സ്വന്തമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് അതുപോലെ തന്നെ MLAയും സംസ്ഥാന ഭരണകൂടം കൈയാളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ വന്നു ചെയ്യാമെന്നതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്ത് പോയ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ള പ്രചരണം നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നില്ല. അതാണ് അത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കൂടെ ഭരണകക്ഷിയായ ആളുകൾ എന്ന നിലയിൽ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം ചെലവിലാണ്. അതുകൊണ്ട് ഒരാൾക്കും, അത് ആർക്കും ഒരു സംശയം വേണ്ട, പഞ്ചായത്തിൻ്റെ ചെലവിൽ യാത്ര ചെയ്യാൻ ഏതായാലും ഞങ്ങളാരും തയ്യാറില്ല. ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംഘങ്ങളുണ്ട്. അവർ ഒരുപക്ഷെ
റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അവരെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആദ്യം ചെലവിൽ യാത്ര ചെയ്തിട്ടില്ല. നാളെയും പോകും. ഇപ്പോൾ നമ്മളെ ഒരു യാത്ര കൊണ്ട് അവസാനിക്കുന്നില്ല. തിരുവനന്തപുരത്ത് ഇനിയും പോയിട്ട് വരും. ആ ഇനി പോകുന്നതും ഞങ്ങൾ തന്ന ചെലവിലാണ് പോകുന്നതെന്നും ദയവ് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിൽ പ്രചരണം നടത്തുന്ന ആളുകൾ ഉത്തരവാദപ്പെട്ട പാർട്ടിയിലെ ആളുകളാണെന്ന് പ്രസിഡന്റാണ് പറയുന്നത്. അല്ല, അവരുടെ ഈ ജനങ്ങളെ സാധാരണക്കാരെ തെരഞ്ഞെടുപ്പിക്കുന്ന നടപടി നമ്മൾ നല്ല കാര്യത്തിന് പോകുമ്പോൾ അതൊരു ദോഷൈക ദൃഷ്ടികൾ എപ്പോഴും പിന്നിലുള്ളതാണ്. സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികളും അതുപോലെ രാഷ്ട്രീയ നേതൃത്വം ഒന്നിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെറുപുഴക്ക് നേടിയെടുക്കാൻ കഴിയും, അത് ചെറുപുഴയുടെ വികസനം പുതിയ UDF ഗവൺമെൻറ്റിലൂടെ ഈ പ്രദേശത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന ഒറ്റ ഉദ്ദേശം വെച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ നേതാക്കളും തിരുവനന്തപുരത്ത് പോയത്. ആ തിരുവനന്തപുരത്തെ യാത്രയെക്കുറിച്ച് ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചു. വളരെ അനുകൂലമായ എല്ലാ മന്ത്രിമാരും ചെറുപുഴയെക്കുറിച്ച്, അതുമാത്രമല്ല നമ്മുടെ MLA ഓരോ മന്ത്രിയെ MLA കാണാൻ പോകുമ്പോഴും MLAയോട് മന്ത്രിമാർ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ചരിത്രപരമായ വിജയം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, അതുകൊണ്ട് അങ്ങ് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നടപ്പാക്കാൻ പറ്റുമോ അതിനൊക്കെ എല്ലാ വകുപ്പിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഭാഗമണ്ഡലം റോഡിൻ്റെ കാര്യത്തിലൊക്കെ വലിയ അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.